ഹോങ്ങെ ഷിൻഷിയെയും ഓഹനെയും തെങ്ഷിയെയും അവരുടെ വിവാഹ ദിവസമാണ് എന്ന് പറഞ്ഞ് ക്ഷണിച്ചിരിക്കുന്ന ദിവസമായിരിക്കുന്നു. ശരിക്കുള്ള വിവാഹ ദിവസമായിരുന്നില്ല അവൻ അവരോട് പറഞ്ഞിരുന്നത്, അതിന് മുമ്പുള്ള ഒരു ഡേറ്റ് ആയിരുന്നു അത്. അവർ 3 പേരും വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഷാവോയെ അവിടുന്ന് തട്ടിയെടുത്തുകൊണ്ട് പോയാലോ എന്നുള്ള ചിന്ത അവരുടെ 3 പേരുടെയും മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് ഷിൻഷിക്കാണ് അങ്ങനെ ഒരു ചിന്തയുള്ളത്. എന്തായാലും ഷാവോ, ഞങ്ങൾ 2 പേരിൽ ആരെങ്കിലും ഒരാളെ സ്വീകരിച്ചാലും നിന്നെ സ്വീകരിക്കാൻ പോകുന്നില്ല. കാരണം ആദ്യം മുതലേ അവൾക്ക് നിന്നെ അറിയാം. ഈ 1000 വർഷങ്ങൾ അവൾക്കൊപ്പം സ്പെൻഡ് ചെയ്തിട്ട് അവൾ നിന്നെ ഇതുവരെ ചൂസ് ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനി ഒരിക്കലും അവൾ നിന്നെ സെലക്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് ഓഹൻ ഷിൻഷിയെ ദേഷ്യം പിടിപ്പിക്കാനായി പറയുന്നു. അവർ തമ്മിൽ ഫൈറ്റ് ആവുമെന്ന് കണ്ടപ്പോൾ തെങ്ഷി ഇടപെടുന്നു. അവസാനം അവരൊരു തീരുമാനത്തിലെത്തുന്നുണ്ട്. എന്തായാലും ഹോങ്ങയുടെ ആയുസ് 100 വർഷം വരെ കാണുകയുള്ളൂ. ആ 100 വർഷം ഷാവോയെ അവനങ്ങ് വിട്ടുകൊടുക്കാം. അത് കഴിയുമ്പോൾ ശരിയായ രീതിയിലൊരു മത്സരം നടത്തി തങ്ങൾ 3 പേരിൽ ആർക്കാണ് ഷാവോയെ സ്വന്തമാക്കാനുള്ള യോഗ്യതയെന്ന് തീരുമാനിക്കാം. എന്തായാലും 3 പേരും അത് സമ്മതിച്ച് ഹോങ്ങയുടെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇതേ ദിവസം തന്നെയാണ് ലോങ്ഷി അവളുടെ ട്രിബുലേഷന് വേണ്ടി തയ്യാറെടുക്കുന്നത്. അന്നാണ് അവളുടെ ട്രിബുലേഷൻ നടക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് അവൾ ആദ്യം ഡ്രാഗൺ ബേളിൻ്റെ മുന്നിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു. ട്രിബുലേഷൻ്റെ സമയത്ത് ഉണ്ടാകാവുന്ന ആപത്തുകളിൽ നിന്ന് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഡ്രാഗൺ ബേളിൻ്റെ ശക്തിയാണ്. ട്രിബുലേഷൻ വിജയകരമായി പൂർത്തിയാക്കി തിരികെ വരാൻ തന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് അവൾ ഷാവോയൊക്കെ നിൽക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുന്നു. അവിടെ ഷാവോയുടെ നേതൃത്വത്തിൽ ബാക്കി ഡീമൻസും ഇവളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രിബുലേഷന് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു. നല്ല ടെൻഷനും പേടിയും ഉള്ളതുപോലെയാണ് ലോങ്ഷി ഷാവോയുടെ ഒക്കെ അടുത്തേക്ക് വന്നത്. പേടിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഷാവോ അവൾക്ക് ധൈര്യം നൽകുന്നു. ഷാവോ നൽകിയ ആ ഗോൾഡൻ ആർമറും ലോങ്ഷി ധരിച്ചിട്ടുണ്ടായിരുന്നു. ഷിൻഷിയും ഓഹനും തെങ്ഷിയും കൂടി ഹോങ്ങയുടെ സ്ഥലത്തെത്തിയപ്പോൾ അവരെ റിസീവ് ചെയ്യാനായി വന്നത് ഷാവോയുടെ വേഷത്തിലുള്ള ഹോങ്ങയാണ്. അതുകൊണ്ട് അവർക്ക് അവനെ മനസ്സിലാവുന്നില്ല. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ട് ഒരു വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പോലെ തോന്നുന്നില്ലല്ലോ, മറിച്ച് എന്തോ പ്രാർത്ഥന നടത്താൻ പോകുന്നത് പോലെ ആണല്ലോ എന്ന് അവർ സംശയം ചോദിക്കുന്നുണ്ടെങ്കിലും ഷാവോ അതൊക്കെ ചിരിച്ച് തള്ളുന്നു. ഹോങ്ങ ഏതെങ്കിലും രീതിയിൽ അവളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, അവനെ 100 പീസുകളായി വെട്ടിമുറിക്കാൻ താൻ തയ്യാറാണെന്ന് ഷിൻഷി അവളോട് പറയുന്നുണ്ട്. ഹോങ്ങ അവിടെ കാണാത്തത് എന്താണെന്നും ഓഹൻ അന്വേഷിക്കുന്നു. ഇവിടുത്തെ ആചാരമനുസരിച്ച് പ്രധാനപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായ ശേഷമേ അവർ പുറത്തേക്ക് വരാറുള്ളൂ. അതുകൊണ്ടാണ് അവൻ എത്താത്തതെന്നാണ് അവൻ കള്ളം പറയുന്നത്. എന്തായാലും അവൻ്റെ വാക്കുകൾ വിശ്വസിച്ച് അവർ അവൻ്റെ ഒപ്പം അകത്തേക്ക് ചെല്ലുന്നു. അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷാവോയുടെ ആ ഡ്രാഗൺ ബേൾ പുറത്തെടുത്ത് അവരെ കാണിച്ചിട്ട് അവരെല്ലാവരും കൊണ്ടുവന്നിരിക്കുന്ന പേൾ കൂടി പുറത്തെടുക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവരും തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ആ അമൂല്യമായ പേളുകൾ പുറത്തെടുക്കുന്നു. ആ 4 പേളുകളും കൂടി ഒരുമിച്ചാവാൻ തുടങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഓഹനെയും ഷിൻഷിയെയും തെങ്ഷിയെയും മാന്ത്രിക ചങ്ങലകൾ കൊണ്ട് ആരോ ബന്ധിക്കുന്നുണ്ട്. അതോടെ ഷാവോ തങ്ങളെ ചതിക്കുകയാണ് എന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടായിരുന്നു നീ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്, ഇതെല്ലാം നിന്റെ പ്ലാനിൻ്റെ ഭാഗമായിരുന്നോ, നീ തന്നെ ആയിരുന്നോ ഓഹൻ്റെ വംശക്കാരാണ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ഡീമൻസിനെ കൊന്നൊടുക്കി അവരുടെയൊക്കെ പേൾ തട്ടിയെടുത്തത്? ഒരു മനുഷ്യനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി നീ 1000 വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ അവഗണിക്കുകയാണോ എന്നൊക്കെ അവർ എല്ലാവരും കൂടി അവളോട് ചോദിക്കുന്നുണ്ട്. ഹോങ്ങി ഇതിനൊന്നും മറുപടി നൽകാതെ തിരിച്ചു നിൽക്കുന്നു. അപ്പോഴേക്കും അവൻ്റെ അസിസ്റ്റൻ്റ് ബാക്കി വംശക്കാരുടെ പേളുകളുമായി അവിടെ എത്തുന്നു. അതും കൂടി പുറത്തെടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കൂടി ഒരുമിച്ച് ചേരാൻ തുടങ്ങുന്നു. അതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ട് മുമ്പ് ദേവത പറഞ്ഞതുപോലെ തങ്ങൾക്ക് യൂളി സ്പ്രിംഗ് കാണിച്ചു തരാൻ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ അവിടെ എന്തൊക്കെയോ അത്ഭുത ശക്തികളൊക്കെ നടക്കുന്നു. ഇതേ സമയത്ത് തന്നെ ലോങ്ഷിയുടെ ട്രിബുലേഷൻ അവൾക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിലാവുന്നുണ്ട്. അന്തരീക്ഷത്തിലൊക്കെ വന്ന മാറ്റം കൊണ്ട് ഷാവോയ്ക്ക് അപകടം നടക്കുന്നു. അങ്ങനെ അവൾ വേഗം ലോങ്ഷിയുടെ അടുത്തെത്തി അവളെ തിരികെ താഴെ കൊണ്ടുവരുന്നു. പക്ഷേ അപ്പോഴേക്കും അവളുടെ കണ്ടീഷൻ വളരെ മോശമായി കഴിഞ്ഞിരുന്നു. ഈ ട്രിബുലേഷൻ എനിക്ക് പാസ്സാവാൻ കഴിഞ്ഞില്ല, എന്നെ രക്ഷിക്കാൻ ശ്രമിക്കേണ്ട, ആർക്കും എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നൊക്കെ ലോങ്ഷി ഷാവോയോട് പറയുന്നുണ്ട്. പക്ഷേ ഷാവോ അപ്പോഴും തൻ്റെ ശക്തി ഉപയോഗിച്ച് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷമിക്കാൻ കഴിയാത്ത ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു കഴിഞ്ഞു, അതിനുള്ള ശിക്ഷയായിട്ടാണ് എനിക്കിത് അനുഭവിക്കേണ്ടി വന്നത്. ഈ ട്രിബുലേഷൻ പാസ്സാവാൻ കഴിയില്ല എന്ന് ഓൾറെഡി എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു എന്നൊക്കെ ലോങ്ഷി ഈ സമയം പറയുന്നുണ്ട്. ഇതുവരെ ഷാവോയോട് പറയാത്ത ഒരു രഹസ്യം തനിക്കുണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു കാര്യം കൂടി ലോങ്ഷി പറയുന്നുണ്ട്. അതായത് മുമ്പ് ഹോങ്ങയുടെ വംശക്കാരെ എല്ലാം കൊന്നൊടുക്കിയത് അവളായിരുന്നു. ഹോങ്ങയെ ഇങ്ങനെ ഷാവോയുടെ ഇഷ്ടം പിടിച്ചു പറ്റിയത് അവൾക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ്റെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൾ മനുഷ്യരുടെ ഇടയിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരെയും ഹോങ്ങയുടെ അച്ഛനെയും ഒക്കെ ഓഹൻ്റെ വംശക്കാരാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്തുകൊണ്ട് വന്ന് കൊന്നത്. ഇങ്ങനെ ഇവൾ ഓഹൻ്റെ വംശക്കാരോട് സാമ്യമുള്ള രീതിയിൽ വന്നതുകൊണ്ടാണ് ഓഹൻ വംശക്കാരാണ് തങ്ങളുടെ ആൾക്കാരെ കൊന്നതെന്ന് ഹോങ്ങയുടെ ആൾക്കാരുടെയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത്. താൻ അങ്ങനെ ഒരു ക്രൂരത ചെയ്തതുകൊണ്ടാണ് ഈ ട്രിബുലേഷൻ പാസ്സാവാതെ പോയത്. പക്ഷേ അതിൽ തനിക്ക് വിഷമമൊന്നുമില്ല. ഷാവോ ഹോങ്ങയെ യൂളി സ്പ്രിംഗ് കണ്ടെത്താൻ സഹായിക്കുന്നതിനോട് തനിക്ക് ഒട്ടും താല്പര്യമില്ല. യൂളി സ്പ്രിംഗ് കിട്ടി മനുഷ്യർ അങ്ങനെ അമരന്മാരായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരും ഡീമൻസും തമ്മിൽ എന്താണ് വ്യത്യാസം, എനിക്കതിന് ഒട്ടും ആഗ്രഹമില്ല എന്നൊക്കെ ലോങ്ഷി പറയുന്നു. അവളാണോ മോഹൻ വംശക്കാരുടെ പേരിൽ ബാക്കിയുള്ള ഡീമൻസിനെയൊക്കെ കൊന്ന് അവരുടെ കയ്യിൽ നിന്ന് ആ പേൾ തട്ടിയെടുത്തതെന്ന് ഷാവോ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് ചെയ്തത് താനല്ല എന്ന് ലോങ്ഷി പറയുന്നു. ഷാവോയ്ക്ക് പാസ്സാവാനുള്ള ഏറ്റവും വലിയ പരീക്ഷണം ഹോങ്ങയോടൊത്തുള്ള ഈ പ്രണയമാണ്.
അവൾ ഹോങ്ങിയെ മാത്രം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാളെ ഒരിക്കൽ ഡ്രാഗൺസ് എല്ലാം അവൾക്കെതിരായി തിരിയാനുണ്ട് എന്നുകൂടി പറഞ്ഞിട്ട് ലോങ്ഷിയുടെ ശരീരം അലിഞ്ഞില്ലാതെ ആവുന്നുണ്ട്. ഡ്രാഗൺ ബേളിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടും ലോങ്ഷിക്ക് ഇങ്ങനെ സംഭവിച്ചത് കാരണം ഡ്രാഗൺ ബേളിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് ഷാവോ തിരികെ ചെന്ന് ചെക്ക് ചെയ്യുന്നു. ആ സമയത്താണ് അത് ശരിക്കുള്ള പേളല്ല, ആ ഇല്യൂഷൻ ഡീമനാണ് എന്ന് അവൾ തിരിച്ചറിയുന്നത്. അതോടെ ഈ ഡ്രാഗൺ ബേളിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലാതിരുന്നതുകൊണ്ടാണ് ലോങ്ഷിക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ വന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. ആരാണ് ഡ്രാഗൺ ബേൾ സ്വിച്ച് ചെയ്തത് എന്നുള്ള കാര്യം ഷാവോ ദേഷ്യത്തിൽ എല്ലാവരോടും അന്വേഷിക്കുന്നു. കാരണം ഡ്രാഗൺസിൻ്റെ ആരെങ്കിലും സഹായമില്ലാതെ അതിൻ്റെ പ്രൊട്ടക്ഷൻ ബാരിയർ മാറ്റാൻ പറ്റുകയില്ല. അപ്പോൾ പിന്നെ ഉള്ളിലുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും അത് മാറ്റിയിട്ടുണ്ടാവുക എന്ന് അവൾ വിചാരിക്കുന്നു. ഈ സമയത്താണ് ഹോങ്ങിയെ അതൊന്ന് കാണിക്കുന്നതിന് വേണ്ടി താൻ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരുന്നു. പക്ഷേ ജസ്റ്റ് ഒന്ന് കാണുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ തൊടുക പോലും ചെയ്തില്ല എന്നുള്ള കാര്യമൊക്കെ ലോങ്യോ പറയുന്നത്. ഹോങ്ങിയുടെ പേര് കേട്ടതോടെ അവൻ തന്നെ ആയിരിക്കും അത് അടിച്ചു മാറ്റിയതെന്ന് അവിടെയുള്ള ഡ്രാഗൺസ് എല്ലാവരും കൂടി ആരോപിക്കുന്നു. അതോടെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി ഷാവോ അപ്പോൾ തന്നെ ഹോങ്ങിയുടെ അടുത്തേക്ക് പോകുന്നു. ഹോങ്ങി ഈ സമയം ഷിൻഷിയെയും ഓഹനയും തെങ്ഷിയെയും കൂടി ഭൂമിക്കടിയിൽ സീൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഷാവോ തങ്ങളോട് ഇങ്ങനെ എന്താണ് കാണിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവർ 3 പേരും കൂടി അവളോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഹോങ്ങിയെ തൻ്റെ ശരിക്കുള്ള രൂപം അവരെ കാണിക്കുന്നു. അപ്പോഴാണ് അവർക്ക് ചതി മനസ്സിലാവുന്നത്. പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. അവരുടെ അരയോളം ഭാഗം ഈ സമയം ഭൂമിക്കടിയിലേക്കായി കഴിഞ്ഞിരുന്നു. ഷാവോ നിന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല. അവൾ നിന്നോട് എത്ര ആത്മാർത്ഥമായിട്ടാണ് നിന്നിട്ടുള്ളത്, എന്നിട്ട് നീ ഇങ്ങനെ ഒരു ചതി അവളോട് ചെയ്തത് ശരിയാണോ എന്നൊക്കെ ഇവർ 3 പേരും കൂടി ചോദിക്കുന്നുണ്ട്. ഷാവോ എന്തായാലും എന്നോട് ക്ഷമിക്കും എന്നാണ് ഹോങ്ങിയെ പറയുന്നത്. അവളുടെ ഒപ്പം ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് ഉറപ്പായും അവൾ എന്നോട് ക്ഷമിക്കും എന്ന് പറഞ്ഞ് അവൻ അവരെ ഒന്നുകൂടി താഴ്ത്തുന്നുണ്ട്. അവർ 3 പേരും സർവ്വശക്തിയും ഉപയോഗിച്ച് പ്രതിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല. അപ്പോഴത്തേക്കും അവർ ഭൂമിയിലേക്ക് പൂർണ്ണമായും താഴ്ന്നു തുടങ്ങിയിരുന്നു. ഈ സമയത്താണ് ഷാവോ അങ്ങോട്ടേക്ക് എത്തുന്നത്. അവൾ വന്നപ്പോഴേക്കും ഷിൻഷിയും തെങ്ഷിയും മണ്ണിനടിയിലായി കഴിഞ്ഞിരുന്നു. ഓഹൻ്റെ തല മാത്രം അവൾ കുറച്ച് കാണുന്നുണ്ട്. പക്ഷെ അടുത്തെത്തി കയ്യിൽ പിടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവനും ഭൂമിക്കടിയിലേക്കാവുന്നു. ഷാവോയ്ക്ക് ആ സമയത്ത് എന്തെന്നില്ലാത്ത ദേഷ്യം ഹോങ്ങിയോട് തോന്നുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് യൂലി സ്പ്രിംഗ് അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇതിനു വേണ്ടിയിട്ടായിരുന്നോ നീ ഈ ചതിയെല്ലാം ചെയ്തത്? അപ്പോൾ നമ്മുടെ വിവാഹവും എന്നോട് കാണിച്ച സ്നേഹവും എല്ലാം നിന്റെ ചതിയുടെ ഭാഗമായിരുന്നോ? നീ തന്നെയാണോ ഓഹൻ്റെ വംശക്കാരാണ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ഡീമൻസിനെയൊക്കെ കൊന്നൊടുക്കിയത് എന്നൊക്കെ അവൾ വളരെ ദേഷ്യത്തോടെ ഹോങ്ങിയോട് ചോദിക്കുന്നു. അവളോടുള്ള സ്നേഹം ആത്മാർത്ഥമായി തന്നെയാണ്. പക്ഷേ മനുഷ്യരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് തൻ്റെ ഡ്യൂട്ടിയുമാണ്. മനുഷ്യരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും തനിക്ക് കഴിവില്ല, അതേപോലെ അവളുടെ മുന്നിൽ കഴിവുള്ളവനായി നിൽക്കാനും ശേഷിയില്ല. ഇതെല്ലാം തന്നെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് യൂലി സ്പ്രിംഗ് കണ്ടെത്തി നിന്നോടൊപ്പം എന്നും ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. യൂലി സ്പ്രിംഗ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് 2 പേർക്കും കൂടി അതിനുള്ളിലേക്ക് കയറാം. ആ സ്റ്റെപ്പ് കൂടി നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഒപ്പം നിന്ന് ഈ ലോകത്തെ മുഴുവൻ സംരക്ഷിക്കാൻ എനിക്കും സാധിക്കും എന്നൊക്കെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു. എന്നിട്ട് അവളെയും കൊണ്ട് ആ തുറന്ന വാതിലിനുള്ളിലേക്ക് യൂലി സ്പ്രിംഗ് കണ്ടെത്താനായി കയറുന്നുണ്ട്. പക്ഷേ അതിനുള്ളിൽ കയറി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവൻ അവളുടെ കയ്യിലെ പിടിയൊക്കെ വിട്ടിട്ട് തനിയെ മുന്നോട്ട് പോയി അവിടെ ഇന്നുകൊണ്ട് ആ യൂലി സ്പ്രിംഗിലെ വെള്ളം കുറച്ച് കോരി കുടിക്കുന്നു. ഈ സമയത്ത് അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഒരുപാട് കാലമായി ശ്രമിച്ച ഒരു കാര്യം നേടിയെടുത്ത സന്തോഷമായിരുന്നു അത്. എന്നിട്ട് അവൻ കുറച്ച് വെള്ളം കയ്യിൽ കോരിയെടുത്തുകൊണ്ട് എന്നിട്ട് ഇനിയിപ്പോൾ എനിക്ക് നിൻ്റെ ഒപ്പം എല്ലാ കാലവും ഒരുമിച്ച് നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അത് അവൾ കൈ നീട്ടുന്നു. പക്ഷെ കുറേ പേരുടെ ജീവൻ എടുത്തിട്ട് കിട്ടുന്ന ഈ അമരത്വം കൊണ്ട് എന്ത് സന്തോഷമുണ്ടാവാനാണ്? നീ മനുഷ്യരെ പാവങ്ങളായിട്ട് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഡീമൻസിൻ്റെ കാര്യമോ? നിന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ട നിരപരാധികളായ ഡീമൻസ് പാവങ്ങളല്ലേ എന്നവൾ ചോദിക്കുന്നു. എന്നിട്ട് അവൾ ഒരായുധം പുറത്തെടുത്ത് അത് ഹോങ്ങിയുടെ നെഞ്ചിന് നേരെ അയക്കുന്നുണ്ട്. അവൻ ഒഴിഞ്ഞു മാറുന്നൊന്നുമില്ല. അങ്ങനെ അത് അവൻ്റെ ശരീരം തുളച്ചുകൊണ്ട് പുറത്തു വരുന്നു. ബ്ലഡൊക്കെ വോമിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. നീ എന്താണ് ഒഴിഞ്ഞു മാറാതിരുന്നതെന്ന് ഷാവു ചോദിക്കുന്നുണ്ട്. നിനക്ക് ഞാൻ മരിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ മരിക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ എന്തിനാണ് ഒഴിഞ്ഞു മാറുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവൻ താഴേക്ക് വീഴുന്നുണ്ട്. ഷാവു അവനെ താങ്ങി പിടിക്കുന്നു. അധികം വൈകാതെ അവളുടെ തോളിലേക്ക് കിടന്ന് അവൻ മരിക്കുന്നുമുണ്ട്. അവൻ മരിച്ചതിൽ അവൾക്ക് വിഷമമുണ്ട്. പക്ഷെ അവൾക്ക് നീതി നടപ്പാക്കിയല്ലേ പറ്റൂ. അവൾ അവൻ്റെ ശരീരവുമായി പുറത്തെത്തിയപ്പോഴേക്കും വേറെ ഡ്രാഗൺസ് അവളെ അന്വേഷിച്ച് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ യൂലി സ്പ്രിംഗ് കണ്ടപ്പോൾ അവരെല്ലാവരും ഇതാണോ യൂലി സ്പ്രിംഗ് എന്ന് ചോദിച്ചുകൊണ്ട് സന്തോഷത്തോടെ അതിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ആ സമയത്ത് ഷാവോ അത് നശിപ്പിക്കുന്നുണ്ട്. അതെല്ലാം പൊട്ടിച്ചിതറി പല ഭാഗങ്ങളായി മാറുന്നു. അതാണ് ശരിക്കും കുൻലുൻ മിറർ. ശരിക്കും ഈ കുൻലുൻ മിറർ എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ഈ പേൾസിൻ്റെ മറ്റൊരു രൂപമാണ്. ഇപ്പോൾ താൽക്കാലികമായി മാത്രമാണ് ഷാവോയ്ക്ക് അത് നശിപ്പിക്കാൻ സാധിച്ചത്. ഇനി ഇത് വീണ്ടും ഒരുമിക്കുന്ന സമയത്ത് ഈ ലോകത്ത് ഇതേപോലെ നാശങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് അതൊരിക്കലും ഒരുമിച്ച് ചേരാൻ അനുവദിക്കാതെ തടയണം എന്നവൾ എല്ലാവരോടുമായി പറയുന്നു. എല്ലാവരും അത് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ഹോങ്ങിയുടെ ശരീരം ഒരു പെട്ടിക്കുള്ളിലാക്കുന്നു. അവളുടെ ഒപ്പം ലോങ്യുമുണ്ട്. അവളിങ്ങനെ സർവ്വശക്തിയും കൂടി അവൻ്റെ ശരീരത്തിൽ പ്രയോഗിച്ചാലും അവനെ തിരികെ കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ലോങ്യു ചോദിക്കുന്നുണ്ട്. മരണത്തിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനല്ല താൻ ശ്രമിക്കുന്നത്, മറിച്ച് അവൻ പുനർജന്മത്തിൻ്റെ പാതയിലേക്ക് വീണു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ ശക്തി ഇങ്ങനെ അവൻ്റെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നത് കാരണം അവൻ 5000 വർഷങ്ങളോളം ഉറങ്ങിയ ശേഷം ഉണരും. ആ സമയത്ത് അവൻ മനുഷ്യനായിരുന്ന സമയത്ത് ഓർമ്മകളൊന്നും അവനുണ്ടായിരിക്കുകയില്ല. ഇപ്പോൾ ഡീമൻസിനോട് ചെയ്ത ക്രൂരതകൾക്കൊക്കെ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് അങ്ങനെ അവൻ ജീവിക്കട്ടെ എന്നാണ് ഷാവോ പറയുന്നത്.
അവൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം അവൾക്ക് തിരികെ വരാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയും അവൾക്കുണ്ട്. 5000 വർഷങ്ങൾ അവനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് കൾട്ടിവേറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് ലോങ്യോ അവളെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ പ്രൊട്ടക്ഷൻ ലോങ്യോനെ അവളെ ഏൽപ്പിക്കുകയാണ്. അതുകൂടാതെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അവൾ അവനെ ഏൽപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് അവൻ ഇവിടെ ഇരുന്ന് നന്നായി കൾട്ടിവേറ്റ് ചെയ്ത് എല്ലാ ഡീമൻസിൻ്റെയും രാജാവായി മാറണം എന്നുള്ളതാണ്. തനിക്ക് അതിന് പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ലോങ്യോന് സംശയമുണ്ട്. എന്തായാലും പറ്റാവുന്നതുപോലെയൊക്കെ ശ്രമിക്കാമെന്ന് അവൻ ഉറപ്പ് കൊടുക്കുന്നു. രണ്ടാമതായി അവൾ പറഞ്ഞത് ഓഹൻ്റെയും ഷിങ്ഷിയുടെയും തെങ്ഷെയിനും പ്രൊട്ടക്ഷൻ ഏതെങ്കിലും കഴിവുള്ള ഡീമൻസിനെ ഏൽപ്പിക്കണമെന്നാണ്. മനുഷ്യരുടെ രീതിയിൽ അവർ സീൽ ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ അവൾക്ക് അവരെ സ്വതന്ത്രമാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവർക്ക് ആപത്തൊന്നും വരാതെ അവരെ സേഫായി പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏതെങ്കിലും ഡീമൻസിനെ ഏർപ്പാടാക്കണമെന്ന് അവൾ തെങ്ഷയോട് പറയുന്നു. അതും അവൻ സമ്മതിക്കുന്നു. മൂന്നാമതായി പറഞ്ഞത് തന്നെ ഡ്രാഗൺ വംശത്തിൽ നിന്ന് പുറത്താക്കണമെന്നാണ്. താൻ കാരണമാണല്ലോ ഇപ്പോൾ വന്ന ഈ ദുരന്തമെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അവരുടെ ലീഡറായിരിക്കാനുള്ള യോഗ്യത തനിക്കില്ല. മാത്രമല്ല അശ്വദ്രാഗൺ എന്ന നിലയിൽ ഇനി തന്നെ ആരും ഓർക്കാൻ പാടില്ല. അതിനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് തന്നെ പുറത്താക്കണമെന്നാണ് ഷാവോ ആവശ്യപ്പെടുന്നത്. അത് വളരെ വിഷമത്തോടെയാണ് ലോങ്യോ സമ്മതിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവനെ ഏൽപ്പിച്ച ശേഷം അവൾ അവിടെ നിന്ന് പോകുന്നു. അവൾ സ്വയം ജീവൻ ഒടുക്കുകയായിരുന്നു ചെയ്തത്. ഇത്രയുമായപ്പോഴേക്കും ഷാവോ തിരികെ ടൈം അരവയ്ക്കുള്ളിൽ എത്തുന്നുണ്ട്. ഈ സത്യങ്ങളൊക്കെ നീ മനസ്സിലാക്കിയാൽ നിനക്കിതൊരിക്കലും സഹിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ആദ്യം നിന്നോട് തിരികെ പോകാൻ ഞാൻ ആവശ്യപ്പെട്ടതെന്ന് ഹെവൻലി മദറിൻ്റെ ശബ്ദം അവളോട് പറയുന്നുണ്ട്. എല്ലാ സത്യങ്ങളും അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവൾ എന്താണ് തീരുമാനിക്കാൻ പോകുന്നതെന്ന് ദേവത അവളോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഷാവോ അതിന് വ്യക്തമായ ഒരു ഉത്തരം പറയുന്നില്ല. എന്തായാലും നീ ഇനി തിരികെ പ്രസൻറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ആകെ കലങ്ങി മറിഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കും നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവുക എന്നും ദേവത അവൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിനിടയിൽ അവൾ ബോക്സിൽ അടച്ചിട്ട് പോയ ഹോങ്ങിക്ക് എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നുണ്ട്. അവൾ പറഞ്ഞതുപോലെ 5000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ ആ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു. അപ്പോഴേക്കും ലോങ്യോ വാർദ്ധക്യത്തിലെത്തിയിരുന്നു. ഹോങ്ങി ഇങ്ങനെ ഉണർന്നത് കണ്ടപ്പോൾ അവൻ സന്തോഷ കണ്ണീരോടെയാണ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ഹോങ്ങിക്ക് ഷാവോ പറഞ്ഞതുപോലെ തന്നെ മുമ്പത്തെ ഓർമ്മകളൊന്നും ഉണ്ടായിരുന്നില്ല. ലോങ്യോനോട് ചോദിച്ചാണ് തൻ്റെ പേര് ഹോങ്ങി ആണ് എന്ന് പോലും അവൻ അറിയുന്നത്. ഇപ്പോൾ ഷാവോ ആ ടൈം അരയിലൂടെ തിരികെ എത്തിയിരിക്കുന്നു. ഹോങ്ങയും ആ 3 ഡീമൻസും അവിടെ തന്നെ ഉണ്ടായിരുന്നു. മുമ്പ് പോയിട്ട് വന്നതുപോലെ ആയിരുന്നില്ല. ഇത്തവണ ആ ഷാവോ ആകെ കൺഫ്യൂഷൻ ആയതുപോലെ ആയിരുന്നു ആരയ്ക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയത്. അതുകൊണ്ട് ഹോങ്ങയും ആകെ സംശയിച്ച് നിൽക്കുകയാണ്. മനസ്സിൽ പല ചിന്തകളുണ്ടായിരുന്നെങ്കിലും അവൾ ആദ്യം ഹോങ്ങയുടെ അടുത്തേക്ക് തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് തിരിഞ്ഞ് ബാക്കി 3 പേരോടുമായിട്ട് സോറി പറയുന്നു. ഞാനും ഹോങ്ങയും നിങ്ങളോട് തെറ്റ് ചെയ്തു, ഞങ്ങളോട് ക്ഷമിക്കണം എന്നാണ് അവൾ പറഞ്ഞത്. ഹോങ്ങിക്ക് എന്താണ് അവളിങ്ങനെ പറയുന്നതെന്നും മനസ്സിലാവുന്നില്ല. അന്ന് നടന്നതൊക്കെ നീ അറിഞ്ഞു കഴിഞ്ഞില്ലേ? ഇപ്പോൾ നീ ആരെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് അവർ 3 പേരും കൂടി അവളോട് ചോദിക്കുന്നു. 10000 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഈ 10000 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഹോങ്ങി എൻ്റെ ഭർത്താവായിരുന്നു. അതുകൊണ്ട് അവനെ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അവൻ എന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് അവനോട് ക്ഷമിക്കാൻ സാധിക്കും. അന്ന് നിങ്ങളോട് അവനെ ക്രൂരത ചെയ്ത ശേഷം എൻ്റെ കൈകൊണ്ട് തന്നെ ഞാൻ അവനെ കൊന്നിരുന്നു. പിന്നീട് 5000 വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ ഒരു ഡീമനായി ഉണരുകയായിരുന്നു. അതിനുശേഷം അവന് മനുഷ്യനായിട്ടുള്ള ഓർമ്മകളൊന്നും ഉണ്ടായിരുന്നില്ല. അവനൊരു ഡീമനായിട്ട് ജീവിച്ച് ഡീമൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് താൻ ചെയ്ത തെറ്റിനൊക്കെ പ്രായശ്ചിത്തം ചെയ്ത് വരികയാണ്. അതുകൊണ്ട് അവൻ്റെ തെറ്റുകൾ ക്ഷമിക്കാൻ സാധിക്കും എന്നവൾ പറയുന്നു. എന്നിട്ട് അവൾ ഷിങ്ഷിയുടെ അടുത്തേക്ക് ചെന്ന് 10000 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഫ്രണ്ടായിരുന്നതിന് അവനെ നന്ദി അറിയിക്കുന്നു. അന്ന് അവൾ സ്വന്തം സഹോദരനെ പോലെയാണല്ലോ അവനെ കണ്ടിരുന്നത്. ഇപ്പോഴും അതേ സഹോദരനോടുള്ള സ്നേഹം തനിക്ക് അവനോടുണ്ട് എന്ന് അവൾ അറിയിക്കുന്നു. ഈ 10000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് ആ സ്ഥാനത്ത് നിന്ന് ഇതുവരെ മാറാൻ കഴിഞ്ഞില്ലേ എന്ന് ഷിങ്ഷി കുറച്ച് വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും അതേ സ്ഥാനം തന്നെയാണ് അവനെന്ന് ഷാവോ അറിയിക്കുന്നു. ഷിങ്ഷിക്ക് നല്ല ദേഷ്യവും വിഷമവും ഒക്കെ വരുന്നുണ്ടെങ്കിലും അവൻ തൽക്കാലം അതൊക്കെ അടക്കുന്നു. എന്തായാലും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് അന്നേ വാക്ക് കൊടുത്തതല്ലേ, അതുകൊണ്ട് തൽക്കാലം ക്ഷമിക്കുകയാണ് എന്ന് അവൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷാവോ തെങ്ഷയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അവൾ പറയുന്നതൊന്നും കേൾക്കണ്ട എന്ന രീതിയിൽ അവൻ ചെവി പൊത്തുന്നുണ്ട്. ഷാവോ പതുക്കെ അവൻ്റെ കൈ പിടിച്ച് മാറ്റിയിട്ട്, എനിക്ക് എപ്പോഴൊക്കെ വിഷമം വന്നാലും എപ്പോഴൊക്കെ സങ്കടം വന്നാലും എന്നെ ചിറപ്പ് ചെയ്ത് നല്ല മൂഡിലാക്കിക്കൊണ്ടിരുന്ന നല്ലൊരു ഫ്രണ്ടാണ് നീ. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനെ പോലെയാണ് നീ എന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. മുമ്പ് ഷാവോ ഏതോ ഒരു വലിയ അപകടത്തിൽ നിന്ന് അവനെ രക്ഷിച്ചതാണ്. അതിനുശേഷമാണ് അവൻ കൾട്ടിവേറ്റ് ചെയ്ത് ഇന്നത്തെ പോലെ ശക്തനായി മാറിയത്. അതുകൊണ്ട് തന്നെ ഷാവോ എന്ത് പറഞ്ഞാലും അംഗീകരിക്കാൻ അവൻ തയ്യാറായിരുന്നു. അടുത്തതായി ഷാവോ ഓഹൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷെ അവൾ ചെന്നപ്പോൾ തന്നെ ഒന്നും പറയണ്ട, നീ എന്താണ് പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം. 10000 വർഷങ്ങൾക്ക് മുമ്പ് നീ നിൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാനൊരു എതിർപ്പുമില്ലാതെ അതിന് കൂട്ടു നിൽക്കുകയല്ലായിരുന്നു. ഇപ്പോഴും അതേപോലെ തന്നെ ചെയ്യാം എന്നവൻ പറയുന്നുണ്ട്. നീ നല്ല സ്നേഹമുള്ളവനാണ്. പുറമേ നല്ല ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും നിൻ്റെ ഉള്ളിൽ നല്ല സ്നേഹമുണ്ട് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നേക്കാൾ നല്ലൊരു പെണ്ണെ നിനക്ക് സ്വന്തമാക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് ഷാവോ അവനെ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം അവൾ ഹോങ്ങയുടെ അടുത്തെത്തി അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട്, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ടെന്ന് എല്ലാവരോടുമായി പറയുന്നു. മുമ്പത്തെ 8 ഡീമൻ പേൾസ് ആണ് ഇപ്പോഴത്തെ കുൻലുൻ മിററിൻ്റെ 8 ഭാഗങ്ങളായി മാറിയിരിക്കുന്നത്. അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ യൂലി സ്പ്രിങ്ങും നിലനിൽക്കും. അതുകൊണ്ട് യൂലി സ്പ്രിങ് എന്നേക്കുമായി നശിപ്പിക്കുന്നതിന് വേണ്ടി ആ കുൻലുൻ മിറർ ആദ്യം നമുക്ക് സീൽ ചെയ്യണം എന്നവൾ എല്ലാവരോടുമായി പറയുന്നു. അവർ 4 പേരും അത് സമ്മതിക്കുന്നുണ്ട്. ആദ്യം ഹോങ്ങയുടെ കൈവശമുള്ള കുൻലുൻ മിററിൻ്റെ ആ 4 കഷ്ണങ്ങൾ പുറത്തെടുക്കാൻ ഷാവോ പറയുന്നു. അങ്ങനെ അവൻ അത് പുറത്തെടുക്കുന്നുണ്ട്. ഇനി 4 പീസുകൾ കൂടി മിസ്സിംഗ് ആണല്ലോ, അതും കൂടി കണ്ടെത്തണം. അതിന് നമുക്ക്
4 വഴിക്കായി അന്വേഷിച്ച് പോകാമെന്ന് ഷാവോ പറയുന്നു. എല്ലാവരും അത് സമ്മതിച്ച് ഒരുമിച്ച് കൈ കൊടുത്ത് പിരിയുന്നുണ്ട്. ഇവരിങ്ങനെ മിന്നൽ പിണരുകൾ പോലെയാണല്ലോ ആകാശത്തൂടി പാഞ്ഞു പോകുന്നത്. ബിങ്ഷുവിൻ്റെ സൈന്യം ഡീമൻ വാലിയുടെ അടുത്തായി തമ്പടിച്ചിരിക്കുകയാണല്ലോ. ആകാശത്തൂടി മിന്നൽ പിണർ പാഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ അവിടെ നിൽപ്പുണ്ടായിരുന്ന ഇമ്പീരിയൽ ഗാർഡ്സ് ഒക്കെ ഡീമൻസ് തങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ് എന്ന് കരുതി പേടിച്ചോടാൻ തുടങ്ങുന്നു. പക്ഷേ ബിങ്ഷു ടാനറെ ഉപയോഗിച്ച് അവരെ തടയുന്നുണ്ട്. എന്നിട്ട് അവരുടെ അടുത്തേക്ക് വന്നിട്ട്, നിങ്ങൾ ഇമ്പീരിയൽ ഗാർഡ്സ് ആയിട്ട് ഇങ്ങനെ ഒരു നിസ്സാര കാര്യം കണ്ട് പേടിച്ചോടുകയാണോ? ഡീമൻസ് ഇതുവരെ ആക്രമിക്കാൻ പോലും തുടങ്ങിയില്ലല്ലോ. എല്ലാവരും ഡീമൻ വാലി അറ്റാക്ക് ചെയ്യാൻ തയ്യാറെടുക്കാൻ അവരോട് പറയുന്നു. പക്ഷേ ഇമ്പീരിയൽ ഗാർഡ്സിൻ്റെ തലവൻ അതിന് തയ്യാറാവുന്നില്ല. ഫെയ്യു ഗാർഡ്സ് ഇമ്പീരിയൽ ഗാർഡ്സിനേക്കാളും സ്റ്റാറ്റസിൽ താഴെയുള്ളവരാണ്. അങ്ങനെയുള്ള ഫെയ്യു ഗാർഡ്സ് തങ്ങളെ ഭരിക്കാൻ വരണ്ട എന്നുള്ള രീതിയിൽ അയാൾ സംസാരിക്കുന്നു. ഇത് ബിങ്ഷുവിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അവൻ ടാനർ ഉപയോഗിച്ച് തന്നെ അയാളുടെ കഴുത്തറക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ളവരോടായി ഡീമൻ വാലി അറ്റാക്ക് ചെയ്യാൻ തയ്യാറെടുക്കാൻ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ഷാവോയും ഹോങ്ങിയും കൂടി ആയിരുന്നു ആ വഴിക്ക് പോയത്. അവർ രണ്ടുപേരും ഒരേ വഴിക്കാണ് ആ കുൻലൻ മിററിൻ്റെ ഭാഗം അന്വേഷിച്ച് പോകുന്നത്. ഈ സമയത്ത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് അവൾ എന്താണ് കണ്ടതെന്നൊക്കെ ഹോങ്ങി അവളോട് ചോദിക്കുന്നുണ്ട്. അതൊരു വലിയ കഥയാണെന്ന് പറഞ്ഞ് ഷാവോ അത് പറയുന്നുണ്ട് എന്ന് തോന്നുന്നു. ബിങ്ഷു ഇതുവരെ ടാനർ ഉപയോഗിച്ച് മനുഷ്യരാരെയും കൊന്നിട്ടില്ലായിരുന്നല്ലോ. ഇപ്പോൾ അത് മനുഷ്യരെയും കൊല്ലാൻ തുടങ്ങിയോ എന്ന് അവൻ്റെ അസിസ്റ്റൻറ്റ് അവനോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യരും ഡീമൻസും ഒന്നും വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒരേ രീതിയിലാണ്. അതുകൊണ്ടാണ് ടാനർ ഇങ്ങനെ ചെയ്തതെന്നാണ് ബിങ്ഷു അവരോട് പറയുന്നത്. ഹേവും അവർക്കൊപ്പം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ കണ്ട ആ മിന്നൽ പിണറുകൾ പോലെ പോയത് ഹോങ്ങയും ബാക്കി 3 ഡീമൻസുമാണ്. മിക്കവാറും അവർ കുൻലൻ മിററിൻ്റെ ഭാഗങ്ങൾ എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്ത് കാണും. അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് അവരെ ഫോളോ ചെയ്താൽ നമുക്ക് കുൻലൻ മിറർ സ്വന്തമാക്കാൻ സാധിക്കും എന്ന് ഹേവ് അവരോട് പറയുന്നു. ഇതേ സമയത്ത് തന്നെ ടാനറിലൂടെ ഇതെല്ലാം പിയാൻ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. അവളും അത് ശരിവെക്കുന്നുണ്ട്. ഈ 4 പേര് 4 വഴിക്ക് പോയ സ്ഥിതിക്ക് ഓരോരുത്തരെയായി തങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഓരോരുത്തരെയായി ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാൻ അവൾ ബിങ്ഷുവിനോട് പറയുന്നു. ആദ്യം ഏറ്റവും അടുത്തായിട്ടുള്ള ഷിങ്ഷി അറ്റാക്ക് ചെയ്യാനാണ് അവൾ നിർദ്ദേശിക്കുന്നത്. ഷിങ്ഷി കുൻലൻ മിറർ അന്വേഷിച്ച് ഈ സമയം എത്തിയത് അവൻ്റെ വംശക്കാർ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്തായിരുന്നു. പക്ഷേ അവിടെ ചെറിയൊരു കുടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ ഒരേ ഒരു ഡീമൻ മാത്രമാണ് അവരുടെ വംശത്തിൽ അവശേഷിച്ചിരുന്നത്. ബാക്കിയുള്ളവരെല്ലാം മനുഷ്യർ കൊന്നൊടുക്കി. ഇനി ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. എനിക്കാണെങ്കിൽ ശരിക്കുള്ള ഓർമ്മയൊന്നുമില്ല. അധികം വൈകാതെ എൻ്റെ കാലവും കഴിയും. ഞങ്ങളുടെ വംശത്തിൻ്റെ പേര് പോലും എനിക്ക് മര്യാദയ്ക്ക് ഓർമ്മയില്ല. എന്തായാലും ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും ഇനി ബാക്കിയില്ല എന്നൊക്കെ ആ വയസ്സായ ഡീമൻ അവനോട് പറയുന്നു. അയാൾ ആ കുടിലിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്ത് വീഴാൻ തുടങ്ങുന്നുണ്ട്. ഷിങ്ഷി ഓടി ചെന്ന് അയാളെ പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ അടുത്ത് ചെന്ന സമയത്ത് അയാൾക്ക് ഇവനെ കണ്ടപ്പോൾ ചെറിയ പരിചയം തോന്നുന്നു. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് തങ്ങളുടെ രാജാവാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നത്. തങ്ങളുടെ വംശത്തിൽ ഒരാൾ കൂടി ഇപ്പോൾ ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നുണ്ട്. അങ്ങനെ തുള്ളിച്ചാടി ആ സന്തോഷമെല്ലാം കൂടി എക്സ്പ്രസ് ചെയ്യുന്നതിനിടയിൽ അയാൾക്ക് അറ്റാക്ക് വന്ന് മരിക്കുന്നു. ഷിങ്ഷി ഓടി അടുത്തേക്ക് ചെന്നപ്പോഴേക്കും അയാളുടെ ശരീരമുണ്ടായിരുന്ന ഭാഗത്ത് കുൻലൻ മിററിൻ്റെ ഒരു ഭാഗം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവരുടെ വംശക്കാരുടെ പേളിൻ്റെ അംശമാണെന്ന് അവന് മനസ്സിലാവുന്നു. അങ്ങനെ അവൻ കയ്യിലെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ബിങ്ഷുവിൻ്റെ അസിസ്റ്റൻറ്റ് കുറേ യുഗാർഡ്സിനൊപ്പം അങ്ങോട്ടേക്ക് എത്തുന്നു. അവർക്ക് പിന്നിൽ നിന്ന് ബിങ്ഷുവും ഷിങ്ഷിക്ക് നേരെ ചാടി വീഴുന്നു. ഇവരെയൊക്കെ ഷിങ്ഷിക്ക് നിസ്സാരമായി ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. ബിങ്ഷുവിൻ്റെ അസിസ്റ്റൻറ്റും ബാക്കിയുള്ള സൈനികരും ആദ്യം തന്നെ വീഴുന്നുണ്ട്. ഈ സമയത്ത് ഹേവു അവിടെ അടുത്തെത്തി മറിഞ്ഞിരുന്ന് ഇവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ബിങ്ഷു ഒറ്റയ്ക്ക് ഷിങ്ഷിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന അവസ്ഥ എത്തിയപ്പോൾ പിയാൻ അവൻ്റെ സഹായത്തിനായി അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഷിങ്ഷിയെ നേരിടാൻ തുടങ്ങുന്നു. ഈ സമയത്ത് അസിസ്റ്റൻറ്റ് എഴുന്നേക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവിടുത്തെ സിറ്റുവേഷൻ മോശമാണെന്ന് കണ്ട് അയാൾ ബോധം കെട്ടതുപോലെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. പിയാൻ്റെയും ബിങ്ഷുവിൻ്റെയും കൂടി ഒരുമിച്ചുള്ള ആക്രമണം ഷിങ്ഷിക്ക് ഒരുപാട് സമയം ചേർത്ത് നിൽക്കാൻ പറ്റുന്നില്ല. പിയാൻ്റെ സഹായത്തോടെ അധികം വൈകാതെ ബിങ്ഷു അവനെ കൊല്ലുന്നു. ഷിങ്ഷിയുടെ കൈവശമുണ്ടായിരുന്ന ആ കുൻലൻ മിററിൻ്റെ ഭാഗം പിയാൻ എടുത്ത് ബിങ്ഷുവിന് നൽകുന്നുണ്ട്. മുമ്പ് അവൾ അവനോട് തൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി തരുന്ന കാര്യം ആവശ്യപ്പെട്ടിരുന്നില്ല. അത് റെഡിയാക്കിയിരിക്കുകയാണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ബിങ്ഷു അത് കയ്യിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ അടുത്ത് അവൾക്ക് നൽകുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ആദ്യം പരിചയപ്പെട്ടപ്പോഴുള്ള രൂപമാണ് ഇപ്പോഴും അവൻ്റെ മനസ്സിലെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. താനിങ്ങനെ സ്പിരിറ്റായി മാറിയ ശേഷം ഒരിക്കൽ പോലും അവൻ തൻ്റെ പേര് വിളിച്ചിട്ടില്ല എന്നും അവൾ പറയുന്നു. എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാതെ അവനെ പെട്ടെന്ന് സ്ട്രോങ് ആവാൻ അവൾ ഒരു വഴി പറയുന്നുണ്ട്. ഷിങ്ഷി ഗ്രേറ്റ് ഡീമൻ ആണല്ലോ. അവൻ്റെ ഹേർട്ട് ബിങ്ഷു ഉപയോഗിക്കുകയാണെങ്കിൽ അവന് ഷിങ്ഷിയുടെ ശക്തി കിട്ടും. അങ്ങനെ ആകുമ്പോൾ അവന് ബാക്കി ഡീമൻസുമായി ഫൈറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേപോലെ ചെയ്യാൻ പിയാൻ അവനോട് പറയുന്നു. പക്ഷേ താനങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനാവില്ലല്ലോ, ഡീമനായി മാറില്ലേ എന്ന് ചോദിച്ച് ബിങ്ഷു അതിനെ എതിർക്കുന്നുണ്ട്. മുമ്പ് തൻ്റെ 3 ആഗ്രഹങ്ങൾ സാധിച്ചു തരണമെന്ന് പിയാൻ അവനോട് പറഞ്ഞിരുന്നല്ലോ. രണ്ടാമത്തെ ആഗ്രഹം എന്താണെന്ന് അവൾ ഇപ്പോൾ പറയുന്നുണ്ട്. അവൻ കൂടുതൽ ശക്തനായി മാറുക, എന്നാൽ മാത്രമേ എന്നെന്നും അവൾക്ക് അവൻ്റെ ഒപ്പം ജീവിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഷിങ്ഷിയുടെ ഹേർട്ട് അവൻ ഉപയോഗിക്കണമെന്നാണ് അവൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ബിങ്ഷുവിന് അത് ചെയ്യേണ്ടി വരുന്നു. പിയാൻ പറഞ്ഞനുസരിച്ച് ഷിങ്ഷിയുടെ ഹേർട്ട് എടുത്തുകൊണ്ട് അവനൊരു ഡീമനായി മാറുന്നു.